ഇടിവെട്ട സാധനം വളഞ്ഞത് തന്നെ. അപ്പൊ ഹായ് ഗൈസ്, നമ്മളപ്പോ പിന്നെയും ഒരു പടം വ്ളോഗായിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് കാണാൻ പോകുന്ന പടത്തിന്റെ പേര് നീ പറയണം. ഇന്ന് കാണാൻ പോകുന്ന പടത്തിന്റെ പേര് ഞാൻ ഇറങ്ങുന്നതിന് നോക്കിയായിരുന്നു. കള്ളപ്പന്ത്. ഞാനാണെങ്കിൽ എനിക്കറിയില്ല, ഇവനും അറിയില്ല, അപ്പൊ തെറ്റിച്ചു പറയുന്ന വിചാരിച്ച. പറ. കാണാൻ പോണ പടത്തിന്റെ പേരാണ് എക്കോ. എക്കോ തന്നെയാണോ അവര് പറയാ? പക്ഷെ ആരുടെ പടം സത്യം എനിക്ക് അറിയില്ല. എക്കോ തന്നെയാണോ പടത്തിന്റെ പേര്? എക്കോ അല്ലേ? ആ, പടത്തിന്റെ പേര് എക്കോ എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? അപ്പൊ അറിയില്ല. നടന്റെ പേര് പറ. പടത്തിൽ ആളുടെ മുഖം അറിയോ? നടന്റെ മുഖത്തിന്റെ പേര് അറിയില്ലേ? ഒക്കെ തെറ്റിപ്പോണല്ല. നടന്റെ മുഖം അറിയില്ലേ? ആ, ഇത് സന്ദീപിന്റെ പടമാണ്. മറ്റേ സന്ദീപ് ട്രോളല്ല എടാ, സീരിയസ് ആയിട്ട് ചോദിക്കണത്. എടാ സന്ദീപ് മറ്റേ ആലപ്പുഴ ജിംഖാനയിലെ മറ്റേ പൊക്കമുള്ള അവന്റെ എന്നാ വില്യനല്ലല്ലോ, ഒരു പേര് പറയില്ലേ? ചെറിയനും വലിയനും. ആലപ്പുഴ ജിംഖാനയിൽ ഒരു പേര് പറയില്ലേ? ചെറുതും വലുതും. ആ ഓക്കെ, വലുത്. അതിലത്തെ വലുത് അവന്റെ പടമാണ്. അപ്പൊ കിഷ്കിണ്ട കാണ്ട മൂട് പടമാണെന്നാണ് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. നല്ല റിവ്യൂ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ ഞായറാഴ്ച രാത്രി നമ്മള് പോകുന്നു. സൺഡേ മാറ്റിനി. അതെ, 1 മണിക്കൂർ ട്രാവൽ ചെയ്യാനുണ്ട്. പടം തുടങ്ങാൻ 1/2 മണിക്കൂർ. അപ്പൊ നമുക്കിനി അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ചെറുതായിട്ട് ലേറ്റ് ആയി. പക്ഷെ പരസ്യം ഉണ്ടെന്നാണ് ഇപ്പൊ പറയണത്. ഉണ്ടാകുമായിരിക്കും. 10 മിനിറ്റ് പരസ്യം ഉണ്ടാവൂടാ. ഉണ്ടാവുമായിരിക്കും അല്ലേ? പാപ്പനെ പോലെ വേണം. അയ്യോ, നമുക്ക് അറിയില്ല, എടുക്കൊന്നുമില്ല. അപ്പൊ എല്ലാവരും കയറി നമ്മളെ ലാസ്റ്റ് ഇവിടെ തുടങ്ങിയ സീറ്റ് നോക്ക്. എടാ, പടം തുടങ്ങിയാടാ. പടം തുടങ്ങി. നീയാണ് താരം. എന്ത് തോന്നുന്നു? മേക്കിംഗ് അടിപൊളി. സിമ്പിൾ ഷോട്ട്സാ, പക്ഷെ ഗ്രേഡിങ് സിമ്പിൾ ഷോട്ട്സാ, പക്ഷെ ബുദ്ധിപൂർവ്വം എടുത്തിട്ടുണ്ട്. ഇതന്നെ നോക്കി. സത്യം നമ്മളെ ലേറ്റ് ആയില്ല. 1 മിനിറ്റ് അങ്ങോട്ട് ലേറ്റ് ആയിരുന്നു. അതെ, ഇപ്പൊ ഇതുവരെ ഒന്നും ആയിട്ടില്ല. സസ്പെൻസിൽ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് നോക്കാം. നമുക്ക് ചായ പിടിച്ചിട്ട് തിരുമ്പിക്കറാം. വിഷയം തന്നെ. അതന്നെ. ഓൾറെഡി മധുരം ഉണ്ടായിരുന്ന ഇല്ലേ? അങ്ങനെ തോന്നി. ആ, ഞാൻ ഒരു സ്വീറ്റ്നർ ഇട്ടുള്ളൂ, എന്നിട്ട് മധുരം മധുരം കൂടുതല. നമുക്ക് ഇനി തിരിച്ചു കയറിയിട്ട് സെക്കൻഡ് ഹാഫ് കണ്ട് ആസ്വദിക്കാം. എടുക്കണം. നമ്മള് പടം കഴിഞ്ഞ് ഇറങ്ങി ഗൈസ്. നല്ല തണുപ്പുണ്ട്. പടം കഴിഞ്ഞിട്ടുള്ളൊരു റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിന്റെ അകത്ത് കയറിയിട്ട് തരാം. അയ്യോ, എങ്ങനെയുണ്ടായി പടം? നമുക്ക് സീക്രട്ട് ഏജന്റ് ആകാം. ഫസ്റ്റ് ചോദ്യം, എക്കോന്റെ അർത്ഥം കിട്ടിയ പടം കണ്ടു കഴിഞ്ഞിട്ട്? അങ്ങനെ അർത്ഥമുണ്ടാ? അതിനെല്ലാം വലിയൊരു അർത്ഥമുണ്ട്. അത് നിങ്ങൾ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പക്ഷെ എക്കോന്റെ അർത്ഥം മനസ്സിലാവും. അർത്ഥം കിട്ടാതെ, പക്ഷെ പടം കിട്ടാണ്ട് പടം അടിപൊളി. അതെ, പക്ഷെ നമ്മൾ വിചാരിക്കും പടം ഇങ്ങനെ പോണേന്ന്, പക്ഷെ അങ്ങനെയല്ല പടം പോണം അല്ലേ? എന്നുവെച്ചാലേ നമ്മൾ വിചാരിക്കും ലോകത്തിലാകെ 2 പോസിബിലിറ്റി ഉള്ളൂ, പക്ഷെ 3ാമതൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് പടം നമ്മൾ മനസ്സിലാക്കി. അത് കറക്റ്റ് ആണോ?
ആ ഞാൻ പക്ഷെ 3 പോസിബിലിറ്റി വിചാരിച്ചു. ആ, പക്ഷെ അപ്പൊ 5ാമത്തെ പോസിബിലിറ്റി കിഷ്കിന്ധാകാന്ഡം ഇങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ്. അതെ ശരിയാ. പക്ഷെ നമ്മളതിൽ ഇൻവോൾവ് ചെയ്ത് കാണണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കട്ടാവും. അതെ, ഡിസ്ട്രാക്റ്റഡ് ആവരുത് അങ്ങനെയൊക്കെ. പിന്നെ പടത്തിനെ കോമഡി ആക്കി കാണരുത്. അതെ അതെ അതെ. അപ്പൊ നല്ല വൈബായിട്ട് കണ്ടു കഴിഞ്ഞാൽ പടത്തിന്റെ സീരിയസ്നെസ്സിൽ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. നല്ല പടം. പടം കണ്ടു കഴിഞ്ഞിട്ടൊരു 2 മിനിറ്റ് നമ്മളിങ്ങനെ ഇങ്ങനെ ഇരുന്നു ഇല്ലേ എല്ലാവരും. അവസാനമൊക്കെ ആകുമ്പോ നമുക്കിങ്ങനെ കയ്യടിക്കും ഇങ്ങനെ. അതെ, സെറ്റ് പടം. അപ്പൊ വിഷ്വലൊക്കെ നല്ലോണം എൻജോയ് ചെയ്യണം. ഒരു നല്ല റോ ക്ലാസ് പടം. അല്ല, ലോ ക്ലാസ് പടമല്ല, റോ ആയിട്ടുള്ള നല്ല ക്ലാസ് പടം. ഭയങ്കര നാച്ചുറൽ പടം, എർത്തി പടം. അതെ, കൊള്ളാം. വിഷ്വൽസ് ഒക്കെ അടിപൊളി. കിഷ്കിന്ധാകാന്ഡം ഇഷ്ടപ്പെട്ടവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതെ, സത്യം. അപ്പൊ നമ്മൾക്കിനി അടുത്ത വീഡിയോ ആയിട്ടും വരാം. അതുവരേക്കും ഇനി വേറെ എന്തെങ്കിലും പറയണ്ടോ? ഇനിയൊന്നും പറയില്ല, പെട്ടെന്ന് നിർത്തിയല്ലേ ഇടയ്ക്ക് വെച്ചിട്ട്. അതെ, അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീട്ടിൽ കൊടുക്കും.